Good morning, all. ഇന്നത്തെ ടോപ്പിക്ക് ഗ്രേഡിയൻ ഡിസൈൻ ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ ഇൻ മെഷീൻ ലേണിംഗ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു മെഷീൻ ലേണിംഗ് മോഡലിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് പ്രോസസ്സിംഗ് നടക്കുന്നു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ശരിക്കും നമുക്ക് ഈ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ഈ ഔട്ട്പുട്ടും ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും ഇത് തമ്മിലൊരു ഡിഫറൻസ് എപ്പോഴും കാണും. ആ ഒരു ഡിഫറൻസിനെ നമുക്ക് പറയാം ലോസ് ഫംഗ്ഷൻ എന്ന് പറയാം, കോസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം, എറർ മെഷർ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഈ പറയുന്ന ഈ എററിനെ അല്ലെങ്കിൽ ഈ ഡിഫറൻസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അൽഗോരിതംസ് ആണ് ഈ പറഞ്ഞ രണ്ട് ഗ്രേഡിയൻ ഡിസെൻഡ് ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് മെഷീൻ ലേണിങ്ങിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും, അതുപോലെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ഫൈൻ ട്യൂണിങ് പ്രഡിക്ഷൻസ് ഒക്കെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും, എഫക്റ്റീവ്നെസ്സും റിസൾട്ട്സും ഒക്കെ ബെറ്റർ ആക്കാൻ നമുക്ക് പറ്റും. അപ്പൊ ഒരു ഗ്രേഡിയൻ ഡിസെൻഡിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതൊരു ഐട്രേറ്റീവ് ഒപ്റ്റിമൈസേഷൻ അൽഗോരിതമാണ്. ഇതിൽ ആദ്യം പറഞ്ഞ ആ ഒരു ഡിഫറൻസ്, അതായത് ഈ ലോസ് ഫംഗ്ഷൻ, ഇതിനെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ്. ഇത് ഐട്രേറ്റീവ് ആയിട്ട് പെർഫോം ചെയ്ത് പാരാമീറ്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് വെയ്റ്റ്സ്, ഇത് ഈ മെഷീൻ ലേണിംഗിൽ മോഡലിലുള്ള ഒരു പാരാമീറ്റർ ആണ്. ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു വേർഡാണ് ഗ്രേഡിയന്റ്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഈ ലോസ് ഫംഗ്ഷന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഒരു നിരക്ക്, അതിനെയാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ വെയ്റ്റ്സ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യിച്ചുകൊണ്ട് ഈ ഒരു എററിനെ കുറയ്ക്കാം എന്നാണ് ഇത് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്രേഡിയന്റ് ഇപ്പം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഈ ലോസിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ വെയ്റ്റിനെ കുറച്ചുകൊണ്ട് വരണം. അതുപോലെ ഈ ഗ്രേഡിയന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ ലോസ് കുറയ്ക്കാൻ വേണ്ടി വെയിറ്റ് കൂട്ടിക്കൊണ്ട് വരണം. അപ്പം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം ഒരു പ്രഡിക്ഷൻ നടത്തും, ഒരു ആൻസറിനെ ഒരു പ്രഡിക്ഷൻ നടത്തും. പിന്നെ ഈ പ്രഡിക്ഷനും ആക്ച്വൽ റിസൾട്ടുമായിട്ടുള്ള ഒരു എററിനെ, ആ ഒരു ഡിഫറൻസിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഏത് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്തുകൊണ്ട് ഏത് നിരക്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിക്കൊണ്ട് ഇതിനെ മിനിമൈസ് ചെയ്യാവുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോകും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഏറ്റവും കുറഞ്ഞ ഒരു എറർ മിനിമത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. മറ്റൊരു എക്സാമ്പിൾ ഇതിന് പറയുകയാണെങ്കിൽ, നമ്മളൊരു ഫോഗ് ഉള്ള ഒരു ടൈമിൽ ഒരു ഹില്ലിൽ നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് വാലിയിൽ നമുക്ക് എത്തണമെങ്കിൽ നമുക്കൊന്നും കാണില്ല. നമുക്ക് ആകെയുള്ളത് നമ്മുടെ ഫീറ്റിന്റെ അണ്ടറിലുള്ള ആ ഒരു സ്ലോപ്പിനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ എടുത്ത് താഴേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ സ്ലോപ്പിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വരേണ്ടത് ഒരു ഗ്ലോബൽ മിനിമത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ നമ്മൾ ചിലപ്പം താഴേക്ക് വരുമ്പോൾ പകുതി ഒരു സ്ഥലത്ത് വെച്ച് ഒരു ലോക്കൽ മിനിമത്തിൽ എത്തിപ്പെടാം. അതിൻ്റെ അടുത്തുള്ള മെഷേഴ്സ് നോക്കുമ്പോഴും വലിയ വ്യത്യാസം ഇല്ലെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും ഗ്ലോബൽ മിനിമം എന്ന് വെച്ച് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പം പിന്നെ നമ്മൾ അറിയേണ്ട ഒരു വേർഡാണ് ലേണിംഗ് റേറ്റ്. ഒരു എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഒരു എക്സാമിന് കിട്ടിയ മാർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യും 45 എന്ന്. പക്ഷെ അതല്ലെന്ന് പറയും. അപ്പം നമ്മൾ ഒരു -5 കുറയ്ക്കും. അപ്പം 40 ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അതും അല്ലെന്ന് പറയും. വീണ്ടും നമ്മൾ 5 റെഡ്യൂസ് ചെയ്തിട്ട് ചോദിക്കും. അപ്പോൾ പറയും 35 ആണെന്ന് പറയും. അപ്പോൾ ഓക്കെ 35 ആയെന്ന് പറയും. അപ്പോൾ ആ ലേണിംഗ് റേറ്റ് എന്ന് പറയുന്നത് ആ -5 എന്നുള്ളതാണ് ലേണിംഗ് റേറ്റ്. അതൊരു ചെറിയ സ്റ്റെപ്പാണ്, ചെറിയ റേറ്റ് ആണ്. ആ റേറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിലെത്തും. എന്നാൽ ചിലപ്പോൾ അത് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നമ്മളൊരു വലിയ റേറ്റ് എടുക്കുകയെന്ന് വെച്ചു, -10 എടുത്തു, അല്ലെങ്കിൽ -8 അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തു. അപ്പോൾ അത് നമ്മൾ മിനിമൈസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ആക്ച്വലി കിട്ടേണ്ട റിസൾട്ട് അന്ന് വെളിയിൽ പോകാനും സാധ്യതയുണ്ട്. പക്ഷെ അത് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലേണിംഗ് റേറ്റുകൾ നമ്മളിതിൽ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഗ്രേഡിയൻ ഡിസെൻഡിന്റെ 3 ടൈപ്പാണുള്ളത്: ബാച്ച്, സ്റ്റൊക്കാസ്റ്റിക് ആൻഡ് മിനി ബാച്ച്. ബാച്ചിൽ നമ്മൾ ലാർജ് സെറ്റ് ഓഫ് ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കമ്പ്യൂട്ടേഷൻ എഫിഷ്യൻസി ഒക്കെ ഹൈ ആയിരിക്കും. പിന്നെ സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയന്റിൽ ഓരോ ഐട്രേഷനിലും ഓരോ പാരാമീറ്ററും വേഗം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത് ഫാസ്റ്റ് ആണ്. അതിൻ്റെ എഫിഷ്യൻസി ഇതിന് ലോ ആണ്. ദെൻ മിനി ബാച്ച് ഗ്രേഡിയൻ ഡിസെൻഡന്റ്, അത് ഈ പറയുന്ന ബാച്ച് ഗ്രേഡിയൻ ഡിസെൻഡന്റിന്റെയും സ്റ്റൊക്കാസ്റ്റിക് ഗ്രേഡിയൻ ഡിസെൻഡന്റിന്റെയും ഒരു ബെനിഫിറ്റ്സിനെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു മോഡലാണ്. ദെൻ അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരുന്നു, ബാക്ക് പ്രൊപ്പഗേഷൻ. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതൊരു ന്യൂറൽ നെറ്റ്വർക്ക്സിനെ ട്രെയിൻ ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അതിൽ ഗ്രേഡിയൻസിനെ കാൽക്കുലേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഇതിനെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഒരു GPS ആണ്. ഈ ഗ്രേഡിയൻ ഡിസെൻഡിനോട് പറയുന്നു ഇന്ന ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോസ് കുറയ്ക്കാമെന്ന് പറയുന്ന ഒരു GPS ആയിട്ട് കണക്കാക്കാം. അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതാണ് ഗ്രേഡിയൻ ഡിസെൻഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ചെയിൻ റൂൾ ഓഫ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ ഓരോ ഇതിലത് വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇനി ഇതിന് 3 സ്റ്റെപ്സ് ആണുള്ളത്: ഫോർവേഡ് പാസ്,
ബാക്ക്വേർഡ് പാസ് ആൻഡ് വെയിറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഫോർവേഡ് പാസിൽ ഇൻപുട്ട് കൊടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് വരുന്നു, എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബാക്ക്വേർഡ് പാസിൽ എറർ നെറ്റ്വർക്കിൽ എവിടെയാണ് എറർ എന്ന് അറിയാൻ വേണ്ടി പുറകോട്ട് തിരിച്ചു പോയി അത് കണ്ടുപിടിച്ച് അത് ഇതാക്കുന്നതിനാണ് ബാക്ക്വേർഡ് പാസ് എന്ന് പറയുന്നത്. ദെൻ ഈച്ച് ലെയറിലും ഈ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ദെൻ ഇതിലെ ചലഞ്ചസ് വരുന്നതെന്ന് വെച്ചാൽ ലോക്കൽ മിനിമ, നേരത്തെ പറഞ്ഞു ഗ്ലോബൽ മിനിമയ്ക്ക് പകരം നാം ലോക്കൽ മിനിമയിൽ എത്തുമ്പോൾ അതാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യത, അത് ഇതിനൊരു ചലഞ്ചാണ്. അതുപോലെ ഡീപ്പ് നെറ്റ്വർക്സുകളിലൊക്കെ വളരെ ചെറുതോ വളരെ വലുതോ ആയ ഗ്രേഡിയൻസ് വരുമ്പോൾ അത് ലേണിങ്ങിനെ ഹിൻഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാരാമീറ്റേഴ്സ്, അതായത് ലേണിംഗ് റേറ്റ്, ബാച്ച് സൈസ്, ഇതൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇമേജ് റെക്കഗ്നിഷനിൽ വരുന്നുണ്ട്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഫ്യൂച്ചർ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് ഇത് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് ഒക്കെ എൻഹാൻസ് ചെയ്യും, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും, പെർഫോമൻസ് ഒക്കെ ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കും. താങ്ക് യു.